എടത്തിരുത്തി കൃഷിഭവൻ പച്ചക്കറി കൃഷി വികസനം 2024-25 പദ്ധതി കൃത്യത കൃഷിയുടെ ഭാഗമായി പച്ചക്കറി തൈനടിയിൽ നടത്തി. എടത്തിരുത്തി മുനയത്ത് 2.5 ഏക്കറോളം സ്ഥലത്ത് പള്ളിപ്പറമ്പിൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കുന്നത്. തരിശായി കിടന്നിരുന്ന ഭൂമി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത്. തണ്ണിമത്തൻ, ക്ഷമ, പൊട്ടുവെള്ളരി, വിവിധ പച്ചക്കറികളുമാണ് കൃഷി ചെയ്യുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു തൈനടിയിൽ ഉദ്ഘാടനം നടത്തി. കാർഷിക മേഖലയിൽ നമുക്ക് ഇല്ലാതായി വരുന്ന ആ കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ സംസ്ഥാന സർക്കാർ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ലക്ഷ്യമിട്ട തരത്തിൽ നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും നമ്മൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എന്നാണ് സർക്കാർ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് ത്രിതല പഞ്ചായത്ത് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലാകമാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തും നമ്മുടെ കൃഷി ഓഫീസർ സ്വാഗത പ്രസംഗത്തിൽ ഏറെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് നമ്മുടെ സജ്ജന മേഡം. ഏറെ വാത്സല്യത്തോടുകൂടി കൃഷിയെ വളരെ സ്നേഹത്തോടുകൂടി സമീപിക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള കൃഷിയുടെ അല്ലെങ്കിൽ ഉൽപ്പാദനവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതുകൊണ്ട് ഏറെ സ്നേഹത്തോടെ വാത്സല്യത്തോട് സ്നേഹിക്കുന്ന സജ്ജനമേളത്തിൻ്റെ പ്രത്യേക താല്പര്യത്തോടു കൂടിയിട്ട് അവർ വന്ന കാലം മുതൽ തന്നെ കർഷകരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. കയ്പമംഗലം എസ്.ഐ. സജീഷ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ, എടത്തിരുത്തി കൃഷി ഓഫീസർ കെ.എ. മേഹ, മതിലകം കൃഷി ഓഫീസർ ഡോക്ടർ പി.സി. സജന, എടത്തിരുത്തി കൃഷി അസിസ്റ്റന്റ് വിപിൻ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം.കെ. ഫൽഗുണൻ, വി.എസ്. ജിനേഷ്, ഓവർസിയർ എ.ബി. പൂജ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ചന്ദ്രാപിന്നി പെരുമ്പടപ്പ യു.പി. സ്കൂൾ, എടത്തിരുത്തി SNV യു.പി. സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേകിച്ച് +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ കാലത്തെ തലമുറ മണ്ണിനോട് അല്ലെങ്കിൽ കൃഷിയോട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ ആ കൊച്ച് അതിന് താല്പര്യം കാണിക്കുകയും അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ എടത്തിരുത്തി പഞ്ചായത്തിൽ നമ്മളിവിടെ പച്ചക്കറി കൃഷി അതൊരു കൃത്യത കൃഷി രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കൃത്യത കൃഷി രീതിയിലേക്ക് വരുന്നതെന്നാണ് മനസ്സിലായത്. ആധുനിക കാലഘട്ടങ്ങളിലൂടെ കൃഷിയുടെ വളർച്ച വളരെ നല്ല രീതിയിൽ, കാരണം അധികം വെള്ളം വേണ്ട, അധികം ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും കാര്യമാണ്. കൂടുതലായിട്ട് ഇനിയും കൃഷിയിൽ നല്ല നല്ല രീതികൾ, പുതിയ രീതികൾ അവലംബിക്കാനും നന്നായിട്ട് കൃഷി വിളവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.